കോതമംഗലം നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കോതമംഗലം നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾക്കാണ് ആരംഭം കുറിച്ചത്. മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു. ഞങ്ങൾ ചിന്തിച്ച ഒരു പ്രശ്നമാണ്, അതായത് ടൗൺ ഭാഗത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായി അതായത് വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിലും ഇതിൻ്റെ ആലോചന യോഗങ്ങൾ നടത്തിയിട്ട് പല ദിവസങ്ങളായി. നാട്ടുകാരൊക്കെ അതിനകത്ത് ഇടപെട്ടു, മർച്ചൻ്റ് അസോസിയേഷൻകാരും ഇടപെട്ട് ഇങ്ങനെ ഇന്ന് തീരുമാനം എടുക്കുകയും ഇന്ന് നമ്മുടെ ഈ ഓടകൾ ചെളി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ആ വെള്ളക്കെട്ട് പരിഹരിച്ചാലാണ് നമുക്ക് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുള്ളൂ. അതിനിന്ന് ഈ ചെളി കോരാനായിട്ട് ടെൻഡർ വിളിക്കും. ടെൻഡറുടെ അടിസ്ഥാനത്തിൽ മൂന്നാല് പേര് അതിന് ടെൻഡർ വയ്ക്കുകയും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു ആളിതെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളിതിവിടെ ആരംഭിക്കുകയാണ് ഈ ഓടകളുടെ പുനർനിർമ്മാണം. നഗരസഭാ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നഗരസഭയിൽ വർഷങ്ങളായിട്ട് നമ്മുടെ നഗരസഭാ അതിർത്തിക്കുള്ളിൽ പ്രത്യേകിച്ച് ടൗൺ പ്രദേശത്തുള്ള കാനകൾ നമ്മൾ കോരി വൃത്തിയാക്കുന്ന കാര്യത്തിൽ ചെറിയൊരു അലംഭാവം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ട് നഗരസഭയുടെ ടൗൺ പ്രദേശത്തുള്ള മുഴുവൻ കാനകളും മണ്ണ് അടിഞ്ഞ് വീണിട്ടുള്ളതാണ്. അത് നന്നായിട്ട് അത് കോരി മാറ്റി വെള്ളം നാച്ചുറൽ ഫ്ലോ പോലെ നന്നായിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മുടെ പകർച്ചവ്യാധികളടക്കം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ തടയിടുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉപകരിക്കും. ഇതിനുവേണ്ടി നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം നേതൃത്വം കൊടുത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രക്രിയയ്ക്കും തുടക്കം കുറിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ടീച്ചർ, കൗൺസിലർമാരായ മിനി മാത്യു, ഷെജി KS, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു രാമചന്ദ്രൻ, സുരേഷ് VV, നവീൻ PB, സജീവ് M കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ശുചിത്വ മിഷൻ, ഖരമാലിന്യ സംസ്കരണ പദ്ധതി എന്നിവയിലെ ജീവനക്കാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.